സോഷ്യൽ മീഡിയയിൽ ഇന്ന് കാണാനിടയായ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ലെബനാന്റെ പ്രസിഡന്റ് ജോസഫ് ഔൻ ഇസ്രായേലിലെ ഡ്രൂസ് മതവിഭാഗത്തിൻ്റെ ആത്മീയ നേതാവായ ഷെയ്ഖ് മുവഫക്ക് താരിഫുമായി ഷെയ്ഖാൻഡ് ചെയ്യുന്ന ചിത്രമാണ് നമ്മുടെ ചർച്ചാ വിഷയം. വത്തിക്കാനിൽ പുതിയ പോപ്പായ ലിയോ 16 സ്ഥാനാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇരുവരും. ആരാണ് ഈ ഡ്രൂസ് മതവിഭാഗം? അതേക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. വർഷം ഏകദേശം 1018 ഡ്രൂസ് എന്ന ഒരു പുതിയ മതവിഭാഗം രൂപം കൊള്ളുന്നത്. 985 ആധുനിക ഇറാനിൽ ജനിച്ച ഹംസ ബിൻ അലി ബിൻ അഹമ്മദാണ് ഡ്രൂസ് മതത്തിൻ്റെ സ്ഥാപകൻ. കെയ്റോയിലാണ് ഇതിൻ്റെ സംസ്ഥാപനം നടക്കുന്നത്. ഷിയ വിഭാഗത്തിൽപ്പെട്ട ഇസ്മായിലി വിഭാഗത്തിൽപ്പെട്ട ഒരു മിഷണറിയായിരുന്നു ഹംസ ബിൻ അലി. 1021 മക്കയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഒരു റിപ്പോർട്ട് അനുസരിച്ച് മക്കയിൽ അദ്ദേഹത്തിന് വധശിക്ഷ ലഭിക്കുകയായിരുന്നു എന്ന് കാണാം. തുടർന്ന്, അതായത് അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ബഹാഉദ്ദീൻ അൽ മുഖ്തനയാണ് ഡ്രൂസ് മതത്തെ മുന്നോട്ട് നയിച്ചത്. ഇന്ന് സിറിയ, ലെബനാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിലാണ് ഡ്രൂസുകൾ പ്രധാനമായും നിലകൊള്ളുന്നത്. കൂടാതെ USA, വെനിസ്വേല, കാനഡ, ജോർദൻ, ജർമ്മനി, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലും ഡ്രൂസുകൾ താമസിക്കുന്നുണ്ട്. 10-12 ലക്ഷമാണ് ലോകത്ത് ആകെ വരുന്ന ഡ്രൂസ് ജനസംഖ്യ എന്ന് പറയുന്നത്. അതിൽ പകുതിയിലധികവും സിറിയയിലാണ്. ഡ്രൂസുകളുടെ ഉത്ഭവം ഷിയ മുസ്ലിം വിഭാഗത്തിൽ നിന്നാണെങ്കിലും മുസ്ലിം എന്ന നാമം ഡ്രൂസുകൾ സ്വീകരിക്കുന്നില്ല. അറബിയാണ് അവരുടെ പ്രധാന ഭാഷ. ഡ്രൂസുകളുടെ മതാചാരങ്ങൾ പലതും രഹസ്യമായിട്ടാണ് നടക്കുന്നത്. പുറത്തുനിന്ന് ആർക്കും ഡ്രൂസ് മതം സ്വീകരിക്കാൻ പറ്റില്ല. അതായത് ഒരു മതപരിവർത്തനം, ഡ്രൂസിലേക്കുള്ള ഒരു മതപരിവർത്തനം സാധ്യമല്ല എന്നർത്ഥം. അതുപോലെ ഡ്രൂസുകൾ അന്യമതത്തിൽപ്പെട്ട ഒരു പുരുഷനെയോ സ്ത്രീയെയോ വിവാഹം കഴിക്കുകയും ചെയ്യില്ല. അത് വളരെ കണിശമായി നിരോധിച്ചിട്ടുണ്ട്. ഡ്രൂസുകളിലെ ആത്മീയ നേതാക്കളെ ഉഖാൽ എന്നും ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരെ ജുഹാൽ എന്നും വിളിക്കുന്നു. പുനർജന്മത്തിൽ ഡ്രൂസുകൾ വിശ്വസിക്കുന്നുണ്ട്. റസായിലുൽ ഹിക്മയാണ് ഡ്രൂസിൻ്റെ പ്രധാന മതഗ്രന്ഥം. കിതാബുൽ ഹിക്മ എന്നും ഈ ഗ്രന്ഥത്തെ അവർ വിളിക്കുന്നുണ്ട്. ഡ്രൂസ് ആചാര്യന്മാരുടെ രചനകളും അവരുടെ കത്തുകളുമാണ് ഇതിൻ്റെ ഉള്ളടക്കം. എന്നാൽ ബൈബിൾ, പഴയ നിയമം, പുതിയ നിയമം, ഖുർആൻ, സോക്രട്ടീസ്, പ്ലേറ്റോ എന്നിവരുടെ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്നിവയും ഡ്രൂസുകൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഗ്രന്ഥങ്ങളെല്ലാം ചേർന്നതാണ് ഡ്രൂസിൻ്റെ പൂർണ്ണ നിയമാവലി എന്ന് പറയാം. ആദം, നോഹ, അബ്രഹാം, മോസസ്, യേശു, മുഹമ്മദ് എന്നിവരെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരായി അംഗീകരിക്കുന്നവരാണ് ഡ്രൂസുകൾ. ഡ്രൂസുകൾ ഏകദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നു. അതിനാൽ അൽ മുവഹിദൂൻ എന്നും അവർ സ്വയം വിശേഷിപ്പിക്കാറുണ്ട്. ഏകദൈവ വിശ്വാസികൾ എന്നാണ് അൽ മുവഹിദൂൻ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം. ഇന്ന് ഡ്രൂസുകൾ സിറിയയിൽ വംശീയ പീഡനങ്ങൾ അനുഭവിക്കുന്നു. ഒരു വംശഹത്യയുടെ വക്കിലാണ് സിറിയയിൽ ഡ്രൂസുകൾ എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഇസ്രയേലിൽ ഡ്രൂസുകൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. ഭരണരംഗത്തും പട്ടാളത്തിലും അവർ അവരുടേതായ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു.